വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. പൂക്കോട്ടുംപാടത്ത് തേൻ കർഷകരുടെ ഉറക്കം കെടുത്തി കരടിയെത്തുന്നു. ഒരിടവേളയ്ക്ക് ശേഷം മലയോര മേഖലയിൽ വീണ്ടും കരടി സാന്നിധ്യം. ചുള്ളിയോട്, നാട്ടക്കല്ല്, കരിമ്പനക്കൽ മുഹമ്മദിന്റെ കൃഷിയിടത്തിലെ തേൻപെട്ടികൾ കരടി നശിപ്പിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായാണ് കരടി പുലർച്ചെ 3 മണിയോടെ കൃഷിയിടത്തിലെത്തുകയും കൂടുകൾ നശിപ്പിച്ച് തേൻ ഭക്ഷിച്ചു പോകുന്നത്. 24ഓളം തേൻപെട്ടികളാണ് കഴിഞ്ഞ ദിവസം കരടി നശിപ്പിച്ചത്. ഏകദേശം 1.5 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കർഷകനുണ്ടായിട്ടുള്ളത്. 5 പെൺകുട്ടികളുടെ പിതാവായ ഇദ്ദേഹത്തിന് മറ്റു വരുമാന മാർഗങ്ങളൊന്നും തന്നെയില്ല. ഫോറസ്റ്റ് വകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥർ വന്ന് പരിശോധന നടത്തി വേണ്ട നടപടിയെടുക്കാമെന്ന് അറിയിച്ചു. കൂടുവെച്ച് പിടികൂടി കർഷകന് വേണ്ട നഷ്ടപരിഹാരം നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. രാത്രി പിന്നെ ഇന്നലെ അതേമാതിരി 2 മണിയാകുമ്പോൾ വന്നു. പിന്നെ ഞാൻ വന്ന് 13 വെട്ടി നാസാക്കി. ഇന്നലെ വന്ന് 11 വെട്ടി, അങ്ങനെ മൊത്തം 24 വെട്ടി നാസാക്കി. പിന്നെ നമ്മളെ ഒരു വർഷത്തെ അധ്വാനാണിത്. ഒരു പെട്ടിന്ന് ആവറേജ് ഒരു 10 കിലോ ഇങ്ങനെ കിട്ടിയെങ്കിൽ നമ്മൾ പിടിച്ചെടുക്കാൻ കഴിയുള്ളൂ. പിന്നെ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു 1.25 ലക്ഷം റുപ്യൻ്റെ നഷ്ടം ഈ നശിപ്പിക്കലിന് വരുന്നുണ്ട്. അപ്പം അതിന് അധികൃതർ വേണ്ട നടപടി സ്വീകരിച്ച് നഷ്ടപരിഹാരം എന്താണെന്ന് വെച്ചാൽ കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. ആഴ്ചയിൽ അവർക്ക് പഞ്ചാര ഒരുക്കി നമ്മൾ വെച്ച് കൊടുക്കണം. ആഴ്ചയിൽ 500 റുപ്യേന്റെ പുറത്ത് പഞ്ചാര വാങ്ങിയിട്ട് അത് ഉരുക്കി പാവ് കാച്ചി അവർക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഓലെ പോകാതെ നിർത്തിച്ചിരുന്നത്. മൂപ്പർക്കാണെങ്കിൽ പണിക്കൊന്നും പോകാൻ കഴിയില്ല. അതിന് ബ്ലോക്കൊക്കെ ഉണ്ടായി. ബ്ലോക്ക് ഉണ്ടായി അങ്ങനെ അതിന്റെ ശേഷം വെട്ടാനൊന്നും പോകാൻ പറ്റൂല. അങ്ങനെ ഇപ്പൊ ഇതിമ്മലാണ് നമ്മളെ ജീവിതം പോണത്. നമുക്ക് ആമക്കളൊന്നും ഇല്ല, 5 പെൺമക്കളാണ്. അപ്പൊ ഇതിലാണ് ഇങ്ങനെ ജീവിതം നീണ്ടു പോണത്. പ്രധാന ഉപജീവന മാർഗം ഇതാണ്. അപ്പം ഇതിപ്പം ഇന്നൊന്നിലും തുടങ്ങിയതൊന്നല്ല, കാലങ്ങളായിട്ട് ഇപ്പൊ ഇവിടെ ഈ ഭാഗത്തു കൂടെ ഈ കരടി ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് വന്നു പോകുന്നുണ്ട്. അപ്പൊ പിന്നെ ഇതിനൊരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ ഈ കൃഷി ചെയ്യണവരുടെ അവസ്ഥ എന്താന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം പലരും ഉണ്ട്, ഒരുപാട് ആൾക്കാർ ഈ ഫീൽഡിലുണ്ട്. ഇതുവരെ സംഭവിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ്. കഴിഞ്ഞ വർഷമൊക്കെ ഇഷ്ടംപോലെ എടുക്കാൻ പറ്റി തട്ടി, പക്ഷെ നമ്മളൊന്നും പറ്റിയിട്ടില്ല. ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം വരെ ആരും കണ്ടെത്തണില്ല. വന്നിങ്ങനെ നിങ്ങളിപ്പോ വന്നു വീഡിയോ എടുത്ത് പോയി, നിങ്ങളെ കുറ്റം പറയല്ല. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതിനെ പിടിക്കാനോ അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും ഒരു മാർഗം, ഇതിനൊരു മാർഗമല്ലല്ലോ, അതൊരു കൃഷിയല്ലേ. ആ, വന്നിട്ട് കാര്യമല്ലല്ലോ, വന്നെടുത്ത് പോയിട്ട് കാര്യമല്ലോ. ഇതിനിപ്പോ നഷ്ടപരിഹാരം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1300 രൂപയാണ് ഒരു പെട്ടിക്ക് മാക്സിമം കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. 24 പെട്ടിക്ക് എത്രയാന്നുള്ളത് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വിളവിന്റെ 10-ഒരു 20-ഒരു ഭാഗത്തേക്ക് വരുന്നില്ല. അപ്പൊ ഒരു ഉപജീവനമാർഗം പാടെ നിന്നു പോവുകയാണ്. അപ്പൊ അതിന് വേണ്ട ഒരു നടപടി കാര്യക്ഷമമായിട്ട് അധികൃത ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ്. പിന്നെ ഇതിന് കാര്യമായിട്ടുള്ള നഷ്ടപരിഹാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ വാർഷിക വിളവെടുപ്പിന് അനുപാതമായിട്ടുള്ളൊരു നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതാണ് നമ്മളൊരു അപേക്ഷ. 74 വയസ്സായി മൂപ്പര് ഒരു ഉപജീവന മാർഗം എന്ന് പറയുന്നത് തന്നെയാണ്. എനിക്കും തേനീച്ച കൃഷി തന്നെയാണ്. അപ്പൊ മൂപ്പര് അതിങ്ങനെ കൊണ്ടു നടന്ന് അതിൽ നിന്ന് സ്വന്തം മക്കളെ പോറ്റുന്നൊരു ശൈലിയാണ്. അപ്പൊ അതൊക്കെ ഒന്ന് പരിഗണിക്കാം. മൊത്തത്തില് വേണ്ട രീതിയിലൊക്കെ നിങ്ങളൊന്ന് ഇടപെട്ടിട്ട്. ഈസ്റ്റ് ലൈവ്, പൂക്കോട്ടുംപാടം. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.